ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്രയും വെട്ടിയില്ലേ? ഇപ്പോൾ സിമ്പിളല്ലേ? വിചാരിക്കാതെ എല്ലാ ആളും രണ്ടാളും നല്ല സിമ്പിള്. ഇതാ സിമ്പിള്. എത്ര മണിക്ക് എത്ര മണിക്ക് കിടക്ക ഫുള്ള് പിരി. ഗുഡ് മോർണിംഗ് പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ്. വെള്ളം കുടിച്ചോളൂ. വെള്ളം കുടിച്ചിട്ട് ഗുഡ് മോർണിംഗ്. ചൂടുവെള്ളം കുടിക്കുള്ളൂ. പച്ചവെള്ളം കുടിക്കണേ. ഇന്നാലെ ഞാൻ പറയില്ല, ശമ്പടക്കാട് ഒരു കുടിയിൽ പോയി വെള്ളം ചോദിച്ചാൽ പച്ചവെള്ളം കൊപ്പിൽ കൊടുത്തത്. നല്ല താക, നല്ല വിശപ്പ്. ഒന്നിടത്ത് കുടുക്കര ചായ തത്തി പോയിനാ. ഇന്നലെ ചായ ഒന്ന് ചോദിച്ചപ്പോൾ തത്തി പോയി, വേണ്ടാന്ന്. ഇല്ല പച്ചവെള്ളം കിട്ടില്ല. അവിടെ പോയിട്ടില്ല, അതിന്റെ വെള്ളം കുടിക്കാതെ അത്രയാ ഉറക്കാനില്ല. ചുമ, തുമ്പൽ, അത്രയും അതങ്ങനെ. ഇപ്പൊ മൂക്കള് കുട്ടിക്ക് വരാൻ വന്നിട്ടേ ഇരിക്കും വെള്ളം. ഞാൻ തുടച്ചേ இருக்கேன். சிம்பிளா? சிம்பிள் அல்ல. உங்களுக்கு சிம்பிள். வெட்டி கஞ்சி தான் சிம்பிள் ஆகும். நான் மழை பொந்திச்சு வெட்டும் போட்டோ எடுத்து நெட்ல வச்சுட்டு. அதோ உனக்கு உனக்கு பல்லு இருக்கா இப்ப திங்கிறதுக்கு? இந்த പച്ചേരി. പച്ചേരി. വീട് വീട് ഭാര്യ ഒക്കെ ഇവിടെ. നിങ്ങളെ ജീവിതമൊക്കെ എങ്ങനെയാ? നിങ്ങളെ നാട്ടിക്ക് പോവാറുണ്ടോ? നാട്ടുകെല്ലാം പോവില്ല. നാടുണ്ട്. നാട് ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വോട്ട് ചെയ്താൽ കമ്പ്യൂട്ടർ കാട്ടി അങ്ങുള്ള പേരെല്ലാം ക്യാൻസൽ ആയി. തമിഴ്നാട്ടിലുള്ള പേര് ക്യാൻസൽ ആയിട്ട് എനിക്ക്. അവിടെ എതും ഇല്ല. മക്കൾ ഇருக்கு. മക്കള് ഇടയ്ക്കിടെ വിളിക്കും. അതാ ഞാൻ പോവാത്. ഞാൻ പോവാത്. മീൻകറി ഉണ്ട് പുട്ടുക്ക്. പഴമുണ്ട്, ചെറുപഴമുണ്ട്. അന്നത്തത് ഉണക്കലായിരുന്നു, ഒന്ന് മീൻകറിയാണ്. കഴിക്കാനായോ? നീ കഴിച്ചിട്ട് ചെയ്യാ. കൊത്തിക്കടൽ മേടിച്ചോണ്ട് അത് കണ്ട ഇത് കൊത്തത്തേക്ക് എങ്ങനെ പോയി മഴ. ഇത് കൊത്ത കൊണ്ടാണ് ചോദിക്കുക. ഇത് മിച്ചിലിട്ട് അരച്ചിട്ട് അതിൽ വരട്ട് കടുക്, ഉണക്കൽ മുളക് ഇത് വരട്ട് അത് ചട്നി വച്ചുണ്ടാക്കി ഞാൻ കാണിച്ചു കൊടുത്ത് വച്ചുണ്ടാക്കി തിന്നോ കൂടിയാണ്. ടേസ്റ്റ്, നല്ല രസം. എല്ലാവരും കേട്ടാ ഇതാണ് തമിഴ്നാട് ചട്നിയാ. ഞാനീ തമിഴ്നാട് ചട്നി. ചോർക്കൊക്കെ? ചോർക്ക് സാമ്പാർ. സാമ്പാർ தான். സാമ്പാർ, രസം, മോര്, പപ്പടം, അച്ചാറുണ്ടാവാത്. തമിഴ്നാട്ടിൽ അച്ചാറുണ്ടാവാത്. മീനൊക്കെ കിട്ടൂല? മീൻ കൂട്ടും. മീൻ വീട്ടിലല്ല, ഹോട്ടലിൽ இருக்காது. நம்ம வீட்டில் மீன்
நமக்கு இப்படி வந்து மத்தி மீன் வருதுல அதுக்கு காவலை மீன் அது கிலோ இப்போல்லாம் வேலை இருக்கு எனக்கு அறியல. அப்போ வந்து கிலோ 50 60 வரும். ബസ്സിലാണ് ട്രെയിനിനാ? நான் பஸ்ஸில். അപ്പം എങ്ങനെ ടിക്കറ്റൊക്കെ? ഇവിടെ வந்து പട്ടാമ്പിക്ക് 18 20 രൂപ പോകും. അതിലേക്ക് പാലക്കാടുക്ക് 65 பாலக்காட்டு வந்து கோயம்புத்தூருக்கு 70. இப்போல்லாம் கூடி 150 ரூபா தமிழ்நாட்டிலேருந்து பஸ்ஸு கூலி கொண்டாந்தாங்க. ஒரு 30 ரூபா 40 ரூபா வாங்கிட்டான் கையில். அப்போ வந்து நான் வந்தது அப்போ வந்து 2 ரூபா பஸ்ஸு கூலி பட்டாம்பிலேருந்து கொப்பை வரேன். மீடியம் சார்ஜ் 2 ரூபா, சாயா 2 ரூபா, பரோட்டா 2 ரூபா, சோறு மீனும் 12 ரூபா அண்ணன் வந்தது. இப்போ எத்தனை ஆகுது சாதா சோறு? 60 കൊടുക്കണം. இல்லை കൂടുതൽ. பறக்காட்டிலே 70 ரூபா. அது வேற சாப்பாடுன்னா பறக்காடு கஞ்சிட்டு மூதால வர ரோடு சைடு என்னால் போகும்போது அந்த பம்பளை என்ன விழிச்சுது. இந்த வண்ணத்தில் கிடக்கு ஒரு குத்தி. அது சீனி மரமோ இல்லை மூச்சோட வேணும்னு கறியில நல்ல கசப்பு. அப்போ வந்து என்ன இது குத்தி இது முட்டையை பொழிக்குமாண்டு முட்டையை பொழிக்கணும் பொழிக்குது. இப்போ இல்லை நாளை வரேன். இப்போ டைம் ஆகி ஏது அப்படா அந்த ஹோட்டலுக்கு டைம் ஆகி நான் அங்கிட்டு நான் போய் இந்த மாதிரி விறக மிஷின் விட்டு பொழிச்சிக்கும். மிஷினுக்கு பொழிக்க முட்டி கிடக்கு. அது என்னால் விழிச்சிது. അടുത്ത് ഇരിക്കുമ്പോൾ ഒരു കല്യാണം ഇല്ല പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് പോയിണു. വയസ്സിലിപ്പോൾ ഡിഗ്രിക്ക് കഴിഞ്ഞപ്പോൾ ഒരു സെക്കൻഡ് പെണ്ണ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ കൈപ്പറത്ത് കുട്ടി ഉണ്ടായിരുന്നു. അങ്ങോട്ട് കൊണ്ടുപോയി കാണിച്ചപ്പോൾ എത്തല്ല പഠിക്കുന്നു ചോദിച്ചാൽ ഡിഗ്രിക്ക്. അങ്ങനെയാണ് ആവില്ല. 10ാം ക്ലാസ് പഠിക്കുക. നമുക്ക് കേരള ഫുഡാണോ തമിഴ്നാട് ഫുഡാണോ ഇഷ്ടം? ഇവിടുത്തല്ലേ കേരളത്തിലതാ இந்த மாதிரி வேற வெட்டிட்டு இருக்கான். எவ்வளோ கூட்டிட்டு வந்து கார்னர் வீட்டு வேற வெட்டிட்டு இருக்கான். அப்போ 2 கல்யாணமாக ஒன்றுச்சு വേണമെന്ന് പറഞ്ഞത് நான் சரின்ட்டு. തമിഴ്നാട് പൊറോട്ട ഒക്കെ എങ്ങനെ? തമിഴ്നാട് പൊറോട്ട എത്ര അത് ചെറിയ പൊറോട്ട കൊടുക്കും. ചെറുത് നമ്മളെ പോലെ ഇങ്ങനെ വലിയ പൊറോട്ട കൊടുക്കാൻ. അത് പൊറോട്ട நம்ம பத்திரி ഉണ്ടാക്കണம்ல பத்திரி ഉണ്ടാக்குறீங்களா അത്ര മാത്രല്ലേ? பத்திரி இல்லை நம்ம தோசை இல்லை அது இல்லை கடையில் விற்கிதுல பத்திரி வட்டத்தில் அந்த அந்த போல் வட்டத்தில் இருக்கும். കുറച്ച് വണ്ണം കൊടുക്കുക. അതാ പൊറോട്ട തമിഴ്നാട്ടിൽ. ആയുധ പൂജയ്ക്ക് കേരളത്തിലത്തെ എന്താണ് സിനിമ ഉണ്ടല്ലോ അതാണോ തമിഴ്നാട്ടിലത്തെ സിനിമയാണോ ഇഷ്ടങ്ങൾ? ആരെ ഫാനാ? വിജയ് ഫാനാണോ സൂര്യ? எனக்கு தமிழ்நாட்டு சினிமா வந்து எனக்கு இஷ்டப்பட்டது சத்யராஜ் சிவாஜி. இதான் எனக்கு இஷ்டப்பட்டது. விஜய் அதிகம் ரஜினி படத்துக்கும் எனக்கு இஷ்டம் இருக்காது. எனக்கு அதிகம் இஷ்டப்பட்ட இந்த 2 படம் தான். சிவாஜி மறிச்சு போய் சத்யராஜ் இருக்கணும். சத்யராஜின்னு இப்போல்லாம் படம் நடிக்கிறதை நிறுத்தி அது கதை படத்துக்குள்ள கதையை எழுதணும்ல ஆள் வேணும்ல. அப்போ பாக்கியராஜ் எழுதுவாப்ல படம் நடிக்க தொடங்கினா அவன் எழுதுவான். எங்கே படம் நடிக்க தொடங்கல. விஜயாந்து மறிச்சு அது வெள்ளடி வெள்ளடி அதான் அவன்கிட்ட கிட்னி போய் அது பேரடி கழிஞ்சி வெளியூர் பேரடி ஊர் கழிஞ்சிட்டு அது அந்த സ്ഥലത്തിൻ്റെ பேர் மறந்து போய் அது கழிஞ்சி தான் கண்டையங்காവ് போகணும்.
വീട്ടിൽ എൻ്റെ വിളിച്ചങ്ങ് പോയി വെട്ടി. അന്ന് വെട്ടുമ്പോൾ വ്യാഴാഴ്ച വെട്ടി. ബുധൻ വീഴാണ് 2 ദിവസം വെട്ടി. ബുധനാഴ്ച വെട്ടിനപ്പോൾ അന്ന് രാവിലെ 10 മണിക്ക് കഞ്ഞി. എന്താ ഒരു ദോശ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല, കഞ്ഞി ഉണ്ടാക്കി കൊടുക്കില്ല. ശരി, നാളെ ഉണ്ടാക്കാം. ഇന്നത്തെ ആള് നിങ്ങൾ വരുമോ വലിയ വിചാരിക്കില്ല, ചെഞ്ചില്ല. അങ്ങനെ ഉണ്ടല്ലോ പൊണ്ണ്. ശരി, പിറ്റേ ദിവസം പോയിട്ട് രാവിലെ പിന്നെ ദോശ കഴിക്കുന്നത്. ആ ദോശ കഴിക്കാൻ ചട്നി ഉണ്ട്. ചട്നി എനിക്ക് വേണ്ട. സാമ്പാർ ഇല്ലെങ്കിൽ ഒരു ഉള്ളി തക്കാളി ഇട്ട് ചമ്മന്തി ഉണ്ടാക്കുന്നത്. അങ്ങനല്ല ആണ് പറഞ്ഞ പൊണ്ണ്. ചായ കുടിക്കുക, ചെറിയ പഴം കയ്യിൽ പിടിച്ചിട്ട് ചായ എടുത്തിട്ട് വരുന്നത്. എന്താ ഇവിടെ പുട്ടുണ്ട്, തറവാട്ടില പുട്ട് കൂടാ. പുട്ടാ ഒത്ത കഷ്ണം എടുത്തു പോവാ. എനിക്ക് വേണ്ട. அந்த ஒத்த கஷ்டத்தை விருதா தின்னுட்டு சாய குடிச்சு தோசை எந்த தோசை தரன்னு பஞ்சிட்டு புட்டு உள்ளது கூட எனக்கு என்ன தோசை என்ன ஸ்கூலுக்கு ஆகிட்டு குட்டியை கொண்டு போயிட்டு ஆஸ்பத்திரி போயிட்டு வேகம் செல்லு. குட்டிக்கு வையா பனி ചെറിയ കുട്ടിക്ക് വെയ്യായിട്ടില്ല. அதுக்கு வந்துட்டு எப்போதுமே தலதோஷம் பிடிங்கப்போ ചെറിയ പഴം வந்து எந்த பழம் கொடுக்காத. தடுப்பு அது போவே மாறாது. எத்தனை சூச்சி இட்டாலும் எத்தனை குளிகை கொடுத்தாலும் அது மாறல. சரிட்டா. சரி. ഞാൻ മോളെ കൊണ്ട് മുതല ഹോസ്പിറ്റലിലേക്ക് പോകണം കേട്ടോ. അവിടേക്ക് ഭയങ്കര പനിയും ചുമൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഒന്ന് കാണിക്കാനും വേണ്ടി 2 ദിവസം ആയിക്കണ് തുടങ്ങിയിട്ട്. വീട്ടിലുള്ള മരുന്ന് കൊടുത്ത് നോക്കുമ്പോൾ ഒന്നും മാറണില്ല. പിന്നെ ആശുപത്രിക്ക് പോവാണ് കേട്ടോ. വന്ന് കഴിഞ്ഞങ്ങളെ ആ തണുപ്പത്തേക്ക് ഇടായിരുന്നില്ല മേലക്ക്. ഇവിടെ വെയില, അവിടെ വെയിലില്ല. അവർ പറഞ്ഞ പൈസ ഒക്കെ നമ്മൾ കൊടുത്ത് 50 റുപ്യ കൂടുതൽ കൊടുത്തെന്നാലും അവർക്കും കംപ്ലീറ്റ് വെട്ടാൻ വയ്യാന്ന് പറഞ്ഞിട്ടോ. ഭയങ്കര വെയിൽ വരുന്നു. അപ്പം 2 മുട്ട അവിടെ ഇട്ടിട്ട് പിന്നെ അത് അത്രയും വെട്ടി തന്നിട്ട് അവർ പോയിട്ടോ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.